ഇപ്പൊ എന്താ പറ്റിയെന്നോ അന്ന് സാർമാരത്തെ എല്ലായിടത്തേക്കും പറഞ്ഞില്ല എന്റെ പപ്പാക്ക് വയ്യാത്തയാണോ അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. സഹോദരനെ കാണാനില്ലെന്ന സഹോദരിയുടെ പരാതിയിൽ ജൂൺ 16 രാത്രിയാണ് സിയാദിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ജീപ്പിൽ വെച്ച് പോലീസ് മർദ്ദിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെയാണ് സിയാദ് മരിച്ചത്. ഈ അമ്മയുടെയും മക്കളുടെയും കരച്ചിൽ നമുക്ക് കണ്ടു നിൽക്കാനായിട്ട് ആവുന്നില്ലല്ലേ. ഈ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ഭർത്താവിനെയും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ അച്ഛന്മാര് തന്നെയായിരിക്കും. അപ്പൊ ഈ രണ്ട് പെൺകുട്ടികൾക്കും അവരുടെ പ്രിയപ്പെട്ടതായിട്ടുള്ള അച്ഛനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മരിച്ചുപോയ സിയാദിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നഷ്ടപ്പെട്ടത് അവരുടെ മകനെ കൂടെയാണ്. അപ്പൊ ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കൊല്ലം കുണ്ടറയിൽ നടന്നിട്ടുള്ള ഒരു വാർത്തയാണിത്. ഇവരുടെ എല്ലാം ജീവിതം ഇങ്ങനെ ആവാനായിട്ട് കാരണം കൊല്ലം കുണ്ടറയിലെ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസ് ഓഫീസേഴ്സും ആണ്. എല്ലാവരും പറയുന്നില്ല, ഈ കുട്ടികൾ പേരെടുത്ത് 1-2 പോലീസ് ഓഫീസേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. അവരാണ് ഈ കുട്ടികളുടെ ജീവിതം, ഈ ഒരു ചേച്ചിയുടെ ജീവിതം, അവരുടെ ഷിയാദ് എന്ന് പറയുന്ന ആളുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മകനെ ഇല്ലാതാക്കിയത്, ഇതിനെല്ലാം കാരണം ഈ ഒരു പോലീസുകാരനാണ്. ശ്രീജിത്ത് എന്നാണ് ആ ഒരു പോലീസുകാരന്റെ പേര്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ അടിയും പിടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസുകാരാണ് ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല നടന്നു വരുന്നത് എന്ന് ഇതുപോലുള്ള കേസുകൾ നമ്മളെ വ്യക്തമാക്കുന്നുണ്ട്. ഇതുപോലുള്ള കേസുകൾ വരുമ്പോഴാണ് അങ്ങനെ ഒരു ജനമൈത്രി പോലീസ് അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സേവനമല്ല അവിടെ ലഭ്യമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മുടെ കുടുംബമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യത്തിന് പെട്ടെന്ന് പോലീസുകാർ വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. നമ്മുടെ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ മുന്നിലൂടെ നമ്മൾ പോലീസ് വാഹനത്തിൽ കയറ്റി, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കാണൂല അന്നേരം. അപ്പൊ അവരുടെ എല്ലാവരുടെയും കാണുന്നതിലൂടെ നമ്മൾ ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ പോലീസുകാർ കൊണ്ടുപോവാണ്. കൊണ്ടുപോകുന്ന വഴിക്ക് വീട് തൊട്ട് പോലീസ് സ്റ്റേഷൻ വരെയും നല്ല ഇടിയും കൊടുക്കുകയാണ്. കൊണ്ടുപോകുന്ന സമയത്തെ സിയാദിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിയാദ് മരുന്ന് കഴിച്ചിട്ട് കിടക്കാണ്, സിയാദിന് വയ്യാത്തതാണ്, എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ. പക്ഷെ അവരോട് ഈ പോലീസുകാർ ഒന്നും തന്നെ പറയാതെ സിയാദിനെ കൊണ്ടുപോവുകയും, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കാണോ ഉണ്ടായത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതുപോലെയാണ് സിയാദിന് സംഭവിച്ചിട്ടുള്ളത്. രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു തെറ്റും ചെയ്യാതെ തന്നെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് സിയാദിനെ പിടിച്ചുകൊണ്ട് പോവായിരുന്നു സ്വന്തം ഭാര്യയുടെയും മക്കളുടെ എല്ലാം മുന്നിലൂടെ. പിന്നെ പോലീസ് ജീപ്പ് ഒരു വീടിന്റെ വാഹനത്തിൽ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ നാട്ടുകാർ മൊത്തം വളരെ ക്യൂരിയസ് ആയിട്ട് അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും പ്രയാസങ്ങൾ നേരിട്ട്, അല്ലെങ്കിൽ ഇത്രയും അപമാനം നേരിട്ടൊക്കെയാണ് സിയാദിനെ കൊണ്ടുപോകുന്നത്. അതും ഒരു തെളിവും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു പെൺകുട്ടി സിയാദിനെതിരെ പരാതി നൽകി എന്ന് പറഞ്ഞിട്ടാണ് സിയാദിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ സിയാദിന്റെ ഭാര്യയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്? പുള്ളി വയ്യാത്ത ഒരാളാണ്, പുള്ളി മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്നതാണ്, ഇന്ന അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭാര്യയോടും മക്കളോടും എല്ലാം പോലീസുകാർ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് വീട് തൊട്ട് അങ്ങ് പോലീസ് സ്റ്റേഷൻ വരെയും നിർത്താതെ ഇടി കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു പോലീസുകാര് ഈ സിയാദിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം പരാതിക്കാരിയും വീട് കാണിച്ചു കൊടുക്കാനായിട്ട് പോലീസ് വാഹനത്തിലുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, സിയാദിന് വിഷ്ണു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അയാൾക്ക് ഒരു മകനും ഒരു മകളും ഉണ്ട്. അപ്പം 13 വയസ്സുള്ള മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ അവനെ കാണുന്നില്ല, അല്ലെങ്കിൽ സിയാദാണ് അവനെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ള രീതിയിലുള്ള കംപ്ലൈന്റ് ചെന്നിട്ടാണ് ഈ പോലീസുകാർ ഈ പാതിരാത്രിക്ക് വന്നിട്ട് സിയാദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ കംപ്ലൈന്റ് കൊടുത്തതാണെങ്കിൽ സിയാദിന്റെ കൂട്ടുകാരനായ വിഷ്ണുവിന്റെ മകളാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. എന്റെ അനിയനെ തട്ടിക്കൊണ്ടു പോയത് സിയാദാണെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് രാത്രിയില് ഈ സിയാദിന്റെ വീടറിയാത്ത പോലീസുകാർക്ക് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയാണ് അവരുടെ കൂടെ ചെന്നത് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെയാണ് പോലീസുകാർ പോലീസ് സ്റ്റേഷനിലോട്ടും പോയിട്ടുള്ളത്. ഈ പെൺകുട്ടി വാർത്തകളിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് സ്റ്റേഷൻ വരെയും മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവള് പരാതി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടി കൂടെ പോയത് എന്ന് പറയുന്നുണ്ട്. അതിനെന്തിനാണ് ഈ പെൺകുട്ടി കൂടെ പോയത്? ഇവള് പരാതി കൊടുത്തിട്ടുണ്ടെന്നും ഇവൾ അയാളെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് സത്യം പറയും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവള് പറഞ്ഞിട്ടാണ് പോലീസുകാർ ഇങ്ങനെ ചെയ്തെന്നാണ് പറയുന്നത്. പോലീസുകാര് സിയാദിനെ ഒരുപാട് മർദ്ദിച്ചു. സിയാദിന് അസുഖമുള്ള കാര്യം ഭാര്യയും മക്കളും പറഞ്ഞിട്ട് പോലും അയാളെ ഒരുപാട് മർദ്ദിച്ചു. അപ്പൊ പോലീസുകാര് ഒരു കാര്യങ്ങളും പറയാതെ തന്നെ ഇയാളെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയ പുറകെ
സിയാദിന്റെ ഭാര്യയും മക്കളും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ഈ പോലീസുകാരൻ ഒരുപാട് ചൂടായിട്ട് അവരോട് പെരുമാറി. അതുപോലെ തന്നെ ദേഷ്യപ്പെടുകയും നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇവരുടെ അമ്മയും ചൂടായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയണമല്ലോ എന്തിനാണ് പിടിച്ചോണ്ട് വന്നതെന്നൊക്കെ. അന്നേരമൊക്കെയാണ് ഇവരറിയുന്നത് സിയാദിന്റെ കൂട്ടുകാരനായ വിഷ്ണുവിന്റെ മകനെ കാണാനില്ല, സിയാദാണ് വിഷ്ണുവിന്റെ മകനെ തട്ടിക്കൊണ്ട് പോയത് എന്നാണ് പറയുന്നത്. സിയാദും വിഷ്ണുവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തില് സിയാദിനെ സംശയിക്കാനായിട്ട് കാരണം. വിഷ്ണുവിന്റെ മകളായിട്ടുള്ള പാർവതി എന്നാണ് തോന്നുന്നു ആ കൊച്ചിന്റെ പേര്. അപ്പൊ പാർവതിയാണ് സിയാദിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിന് കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിയാദ് ഈ പാർവതിയുടെ അനിയനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പാർവതിക്കും അറിയാം, പാർവതിയുടെ വീട്ടുകാർക്കും അറിയാം. ഈ പാർവതിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. സിയാദ് പറഞ്ഞു ആ ഒരു പ്രണയം ശരിയാവത്തില്ല മോളെ, നീ അത് വിട്ടേക്ക് എന്നൊക്കെ. അതായത് ഈ വിഷ്ണുവും സിയാദും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പില് സ്വന്തം മകളോട് പറയുന്ന രീതിയിൽ ഈ പാർവതിയോടും സിയാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദേഷ്യം അല്ലെങ്കിൽ എന്റെ പ്രണയം തകർത്തത് ഇയാളാണല്ലോ, ഇങ്ങനെ ഒരു ദേഷ്യം പാർവതിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് പാർവതിയും പാർവതിയുടെ സഹോദരനും തമ്മിലുള്ള ഒരു വഴക്കില്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ഒരു വഴക്കില്ല, പെട്ടെന്ന് ആ 13കാരൻ വീട് വിട്ട് ഇറങ്ങിപ്പോവായിരുന്നു. എന്നിട്ട് ഈ ചെറുക്കൻ ഇറങ്ങിപ്പോയ സമയത്ത് ഇവർക്ക് ഒരു ഐഡിയ തോന്നി, ഇപ്പം കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാളെ കൊടുക്കാൻ പറ്റും, അപ്പം ഇവൻ ഇറങ്ങിപ്പോയതിന് കാരണം ഇയാളാണ് അല്ലെങ്കിൽ ഇയാളെ തട്ടിക്കൊണ്ട് പോയതാണ് എന്നുള്ള രീതിയിൽ ഒരു കേസ് അങ്ങ് കൊടുത്തേക്കാന്ന് ഓർത്തുകൊണ്ട് പാർവതി കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. പോലീസുകാരുടെ ആക്ഷൻസ് ഒക്കെ പെട്ടെന്നായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കിടന്ന ഈ രോഗിയായ ഇയാളെ എടുത്തോണ്ട് പോവുകയും അമിതമായിട്ട് മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു. പുള്ളിക്കാരന് ഹൃദയ സംബന്ധമായ കാര്യങ്ങളുണ്ട്. ഈ വീട് വിട്ടുപോയ 13കാരൻ പെട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് തിരിച്ചു വരുന്നു. എന്നിട്ട് പോലും ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സിയാദിനെ പോലീസുകാരെ വിടാനായിട്ട് തയ്യാറായിരുന്നില്ല. ഈ 13കാരൻ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, വീട്ടിലത്തെ പ്രശ്നം കാരണമാണ് പോയത്, ഇതിൽ സിയാദ് കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞതിന് ശേഷമാണ് സിയാദിനെ വിടുന്നത്. അന്നേരവേ ഈ ഭാര്യയോടും മക്കളോടും എല്ലാം സിയാദ് പറയുന്നുണ്ട്, എനിക്ക് ദേഹം എല്ലാം വേദനയാണ്, ഇവരെന്നെ ഒരുപാട് മർദ്ദിച്ചു, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല, ആ ഒരു സ്ഥിതിയിലാണ് ഞാനുള്ളത് എന്നൊക്കെ അപ്പളേ പറയുന്നുണ്ടായിരുന്നു. ശ്രീജിത്ത് എന്ന് പറയുന്ന സാറാണ് എന്നെ മർദ്ദിച്ചത് എന്ന് പോലും സിയാദ് പറയുന്നുണ്ടായിരുന്നു. മർദ്ദനത്തിന് ശേഷം സിയാദ് ഓട്ടോയ്ക്കകത്ത് കിടക്കുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു ഫോട്ടോസ് ഒക്കെ നമുക്ക് വാർത്തകളിലൊക്കെ കാണാനായിട്ട് പറ്റും. വളരെ ആവശ്യമായിട്ട് നേരെ ഒന്ന് നിവർന്ന് കിടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു സിയാദ് ഉള്ളത്. അപ്പൊ ഓൾറെഡി അസുഖബാധിതനായിട്ടുള്ള സിയാദിനെ കൊണ്ടുപോയപ്പോഴേ അവരുടെ വീട്ടുകാർ പറഞ്ഞതാണ് അസുഖമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും പോലീസ് സ്റ്റേഷൻ വരെ ഇടിയായിരുന്നു. ഇനി പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞിട്ട് ഇടി കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പൈനൽ കോഡുകൾ വരെയും തകരാറിലാവേണ്ട ഒരവസ്ഥ അവിടെ ഇല്ല. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം 89 ദിവസത്തിന് ശേഷമാണ് ഷിയാദ് ചികിത്സ തേടിയിട്ടുള്ളത്. അത്രയും ദിവസം വേദന സഹിച്ചിരിക്കുകയായിരുന്നു. ഷിയാദിനെ നിവർന്നു നിൽക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. വേദന കുറയുന്നില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴാണ് ഹൃദയത്തിലെ അണുക്കള് വന്നിട്ടുണ്ടെന്നും പഴുപ്പ് കെട്ടിക്കിടപ്പുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായത്. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ഷിയാദിനെ കുനിച്ച് നിർത്തി പുറകിനോട്ട് കുറെ ഇടിയൊക്കെ കൊടുത്തപ്പോഴത്തേന് സ്പൈനൽ കോഡിന് ഡാമേജ് ആയിട്ടുണ്ടെന്നും ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടെന്നും അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ ഷിയാദ് മരിച്ചതിന്റെ കാരണമായിട്ട് പോലീസുകാർ പറയുന്നത് ഷിയാദിന് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, അതുകൊണ്ടാണ് ഷിയാദ് മരിച്ചത്. പിന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവനായിരുന്നതുകൊണ്ട് ഹൃദയാഘാതമാണ്. ഈ രീതിയിലൊക്കെയാണ് ഇപ്പൊ കേസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിക്കോണേ, ഒരു തെറ്റും ചെയ്യാത്തൊരു പുള്ളിക്കാരൻ ആ 13 വയസ്സായ ചെറുക്കനെ കാണാതായപ്പം തൊട്ട് മറ്റു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആ ചെറുക്കന്റെ വീട്ടുകാരുടെയും ഒപ്പം ആ ചെറുക്കനെ അന്വേഷിച്ച് നടന്ന് മടുത്തു കുത്തി വീട്ടിൽ വന്ന് കിടന്ന സമയത്താണ് ഇയാളെ വന്ന് പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അന്നേരവും ഭാര്യയൊക്കെ പറയുന്നുണ്ട് ഇയാൾക്ക് ഒട്ടും വയ്യാത്തതാണ്, മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ. ഇതുപോലും ഗവനിക്കാതെ ഇത്രമാത്രം അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടല്ലേ ഇയാൾ മരിച്ചു പോയത്. ഈ പോലീസുകാർ കാണിച്ചിട്ടുള്ളത് എന്ത് കണ്ണില്ലാത്ത ക്രൂരതയാണ്. നെഞ്ചിൽ അണുബാധ ഉണ്ടാവുകയും സ്പൈനക്കോഡ് തകരുകയും ഒക്കെ ചെയ്ത് ആ പുള്ളി എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഷിയാദ് മരിച്ചതിന് ശേഷം ഷിയാദിന്റെ മകളും ഈ പോലീസുകാരനും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒരുപാട് വേദനിക്കുന്നുണ്ടായിരിക്കും. ആ കുട്ടിയുടെ കണ്ണുനീരിന് ഈ പോലീസുകാരന് ഉറപ്പായിട്ട് മറുപടി പറയേണ്ടി വരും. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. ഹലോ 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 ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു, ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. പാർവതി ഓർമ്മയില്ലേ? പെരുമ്പഴ
കുരിശടി എടുത്ത് 2 പിള്ളേര് മിസ്സിംഗ് കേസിന് ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്നോ അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന് അന്ന് സാറ് അവിടെ ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ് ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്ത് കാര്യം പറയുന്നേ? തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഠിച്ചപ്പോ സീരിയസ് ആയിട്ട് കിടന്നു. ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിനിപ്പോ ഓർമ്മ കാണത്തില്ല. അവക്ക് അന്ന് ഞാൻ പറഞ്ഞ രാത്രി ഞാൻ ഗുളിക കഴിച്ചു. ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആ പോലീസുകാരനോട് ഈ കുട്ടി അത്രയും മനസ്സ് വേദനിച്ച് സംസാരിക്കുമ്പം ഇയാള് പറയുന്നത് ഒന്ന് പോവോ, അല്ലെങ്കിൽ അതിന് പോലും ഒരു ഗൗരവം ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ അസുഖമായിരുന്നോ, കാര്യം എനിക്കറിയത്തില്ലായിരുന്നോ, ഇങ്ങനെ ആ കുട്ടിയെ കിട്ടാൻ വേണ്ടി 1-2 ഇടി ഞാൻ ഇടിച്ചോ, അല്ലെങ്കിൽ തെറ്റുപറ്റി പോയെന്നോ, അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചതാണോ, അങ്ങനെ ഒന്നും അല്ല. കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും ഇടിച്ച ആ കുറ്റം സമ്മതിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പോലീസുകാർക്ക് മെനക്കെടാനായിട്ട് പറ്റത്തില്ല. ഇതിന്റെയൊക്കെ ഉത്തരവാദികൾ ആരാണ് എന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചെന്താമരനെയും നമ്മുടെ ഗോവിന്ദചാമിനെയും ഒക്കെ ജയിലിലിട്ട് സുഖവാസത്തിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഈ പോലീസുകാരുടെ കയ്യിൽ കിട്ടിയപ്പോ ഈ ചെന്താമര എന്ന് പറഞ്ഞവൻ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എനിക്ക് വിശക്കുന്നു, എനിക്ക് ചിക്കൻ കൂട്ടി ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോ അത് മേടിച്ചു കൊടുത്ത ജനമൈത്രി പോലീസാണ്. അപ്പം അത്രയും സ്നേഹാർദ്ദമായിട്ട് ഒരു കുറ്റവാളിയെ കാണുന്ന പോലീസാണ്. ഈ പറയുന്ന കുറ്റവാളികളെ ആരെങ്കിലും ഒന്ന് ഇടിച്ചു കൊന്നിരുന്നു എങ്കില് ഈ നാട് മൊത്തം ആ പോലീസുകാരുടെ കൂടെ നിന്നേനെ. ഈ പാവപ്പെട്ടവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരുടെ മെക്കത്തോട്ട് മാത്രം കയറുന്ന ജനമൈത്രി പോലീസുകാരെ എന്തു പറയാനാണ്? എന്തായാലും ഇതിനെതിരെ ഒരു ആക്ഷൻ വരികയും ഈ കാര്യത്തെ പറ്റി അന്വേഷണങ്ങൾ വരികയും പുള്ളിക്കാരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുകയും ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആ പോലീസുകാരനെ ഈ പുള്ളിക്കാരന്റെ ജോലി പോവുകയും വേണം. ഇനി ഇയാൾക്ക് ഒരു യൂണിഫോം ഇട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു അർഹതയില്ല. കാരണം ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു മനുഷ്യനെയാണ് ഈ പുള്ളിക്കാരൻ ഇല്ലാതാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ കുറച്ച് പേരും കൂടെ ഒന്ന് കാണാൻ വേണ്ടി വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.